ഇതൊക്കെ നമ്മുടെ ഐറ്റം മാന്തൻ നങ്കെന്നൊക്കെ പറയും. അത് ഉരിച്ചൊക്കെ കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇതുപോലെ പാൻ അങ്ങോട്ട് വെക്കുക, വെളിച്ചെണ്ണ അങ്ങോട്ട് വെച്ച് കൊടുക്കുക, ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറണം. ഒരു കഷ്ണം ഇഞ്ചി, 2-3 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു മീഡിയം രീതിയിൽ 2 പഴുത്ത തക്കാളി. ഇതേപോലെ ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് കാശ്മീരി മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടിയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കും. ഉലുവാപ്പൊടിയും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കും. തൽക്കാലം നമ്മളത് അടുപ്പൊന്ന് നിർത്തുകയാണ്. ഇതൊന്ന് തണുത്തതിന് ശേഷം വേണം നമുക്കൊന്ന് അരച്ചെടുക്കണം. അരച്ചോണ്ട് ഇപ്പോൾ വരാം. അടുപ്പൊന്ന് കത്തിച്ചതിന് ശേഷം ഒരു മൺചട്ടി അങ്ങോട്ട് വെക്കുക. ഒരല്പം വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുക. ഒരല്പം ഉലുവ, 1-2 തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒരു 3 കുടംപുളി നമ്മൾ വെള്ളത്തിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത് ആ പുളിയും വെള്ളവും കൂടെ അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കുക. ഇതിനാവശ്യമുള്ള ഉപ്പ് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. നല്ലപോലെ തിളയ്ക്കണം. റെഡിയാക്കി വെച്ചിരിക്കുന്ന ഈ മാന്തൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെക്കുകയാണെങ്കിൽ 2 മിനിറ്റ് അല്ല ഒരു 3 മിനിറ്റ് ഇന്ന് കറക്റ്റ് 1 മിനിറ്റ് കൊണ്ടൊന്നിരിക്കാം. അപ്പോൾ ടോട്ടൽ ഒരു 3 മിനിറ്റ്. ഇനി നമുക്ക് ഈ അടുപ്പങ്ങ് നിർത്താം. ഇതിനകത്തൊരു അല്പം പച്ച വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. തേങ്ങ ഇല്ലാതെ തന്നെ നല്ല ടേസ്റ്റ് ഇതേ രീതിയിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് കറി വെക്കാം. ഇതേ രീതിയിൽ നിങ്ങളൊന്ന് ചെയ്ത് വെക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.